തുടർച്ചയായ രണ്ടാം ദിവസവും ഇന്ധനവില കൂട്ടി. പെട്രോൾ ലിറ്ററിന് 90 പൈസയും ഡീസൽ ലിറ്ററിന് 84 പൈസയുമാണ് വർദ്ധിപ്പിച്ചത്. 2 ദിവസത്തിൽ പെട്രോളിന് കൂടിയത് ₹1.78. ഇന്നലെയും ഇന്നുമായി ഡീസലിന് ₹1.69 പൈസയും വർദ്ധിപ്പിച്ചു. കൊച്ചിയിൽ പെട്രോളിന് ₹106.06 ഡീസലിന് ₹93.14 പൈസയുമായി. കോഴിക്കോട്ട് ₹106.26 പെട്രോൾ വിലയും ഡീസലിന് ₹93.43 പൈസയും വർദ്ധിച്ചു. എസ് വിനേഷ് കുമാർ ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. വിനേഷ്, ഇന്നലെ നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്തപ്പോൾ തുടർച്ചയായ ദിവസങ്ങളിൽ വില വർദ്ധിക്കാനുള്ള സാഹചര്യം ഒരുങ്ങുന്നു. 80 പൈസ എന്നൊക്കെ പറയുമ്പോൾ ഒരു 10 ദിവസം കൂടി 8 രൂപയായി. ഇന്നും രണ്ടാം ദിവസവും വർദ്ധിച്ച പശ്ചാത്തലമുണ്ട്. സമാനമായി തുടരാൻ തന്നെയാണ് സാധ്യത. എന്താണ് പൊതുവെയുള്ള ജനങ്ങളുടെ പ്രതികരണം? ഏതായാലും നടുവൊടിയുന്ന അവസ്ഥയാണ്. രഞ്ജിത്ത്, എന്തായാലും ഇത് പെട്രോൾ ഡീസൽ വില ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും ഇത് കൂടിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ. ഇത് സാധാരണക്കാരനെ കാര്യമായി തന്നെ ബാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ച് ഈ യുദ്ധമെല്ലാം ഉണ്ടായൊരു സാഹചര്യം കൂടിയുണ്ട്. പെട്രോൾ ഡീസൽ വില ഇങ്ങനെ കൂടാണ്ട് നമ്മളെന്താ ചെയ്യാൻ? വലിയ ബുദ്ധിമുട്ടാവൂലേ? പ്രശ്നമാണ്. ഇപ്പോൾ സർക്കാർ ഇനി കാലാകാലം പുറത്തു പോകുമെന്ന് തോന്നുന്നില്ല, BJP സർക്കാർ. അപ്പോൾ അതിനെക്കൊണ്ട് നമ്മൾ സഹിക്കാൻ ഇന്ത്യക്കാർ വിധി എന്ന് കണക്കൂട്ടുക. അപ്പോൾ എത്ര രൂപ കൂടിയിട്ടുണ്ട്? ഒക്കെ ബാധിക്കും. നമ്മളെ എന്താ പറയുക, നമ്മുടെ ജീവിതത്തിൽ ഒരു ഗണ്യമായ വരും. അങ്ങനെ പോകാണ്ടേ ബുദ്ധിമുട്ടാണ്. എന്താ ചെയ്യുക? ഒരു രക്ഷയില്ല. ദൈവം സഹായിക്കുക, രക്ഷയില്ല. അത് തെരഞ്ഞെടുപ്പ് ഉണ്ടായിട്ടല്ലേ? അതിപ്പോ കഴിഞ്ഞല്ലോ. ഇനിയിപ്പോ ഇത് മാസം തെരഞ്ഞെടുപ്പ് ഉണ്ടായി കഴിച്ചലായി നമ്മള്. അതേ ഇതിന് പ്രതിവിധിയുള്ളൂ. എന്നാ പിന്നെ കൂട്ടൂല. എന്ത് ക്ഷേമം? കക്കൂസ് ഉണ്ടാക്കാൻ ആദ്യം പറഞ്ഞത് അല്ലേ? ഇയാള് എന്തായി പറഞ്ഞത്? പിന്നെ BJPന്റെ ഒരു നേതാവ് പറഞ്ഞില്ലേ, അവിടെ കൂടുമ്പോ ഇവിടെ അതിനനുസരിച്ച്, അല്ല അവിടെ കുറയുമ്പോ ഇവിടെ അനുസരിച്ച് കൂട്ടുന്നില്ല എന്ന് പറഞ്ഞില്ലേ? അതൊരു വലിയ ട്രോളല്ലേ. ശ്രീധരൻ പിള്ള ആരോ പറഞ്ഞേ? മുരളീധരൻ പറഞ്ഞു. അതെ. എന്തായാലും ആളുകളുടെ ഒരു പ്രതികരണം ഇങ്ങനെയാണ്. അത് പെട്രോൾ ഡീസൽ വില കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. ആളുകളെ കാരണം 2 ദിവസത്തിനകം 2 രൂപയോളം കൂടിയിട്ടുണ്ട്. ഇന്നലെയും കൂടി ഏകദേശം 2 രൂപയോളമായി. എന്തായിരിക്കും നല്ലോണം ബാധിക്കില്ലേ? എല്ലാവർക്കും എന്തായാലും നല്ലോണം ബാധിക്കും. പിന്നെ ഇനിയിപ്പോൾ തിരക്കും കൂടും, സാധനം കിട്ടാണ്ട് വരും. ടാങ്കർ സമരമായിട്ടല്ലേ ഈ സാധനം ഉണ്ടായത്. കാര്യമായിട്ട് ബാധിക്കും. നമ്മളെ പോകുന്ന ആൾക്കാർ ആദ്യമൊക്കെ 4 ദിവസം കൂടുമ്പോൾ പെട്രോൾ അടിക്കല്ലോ, ഇപ്പോൾ 2 ദിവസം കൂടുമ്പോൾ അടിക്കണം. ആളുകളെ കാര്യമായി തന്നെ ബാധിക്കും എന്നുള്ളൊരു പ്രതികരണം തന്നെയാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഇന്ധനവില വർധന അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കും. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി നമുക്കറിയാം വലിയ തോതിൽ തന്നെ ഇത് വർദ്ധിച്ചിരുന്നു. അപ്പോൾ വീണ്ടും വർദ്ധിക്കുന്നത് വലിയ തിരിച്ചടിയാവും എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. തെരഞ്ഞെടുപ്പായിട്ടാണല്ലോ വർദ്ധിക്കാനെന്ന്. എന്താ ചെയ്യാ? സാധാരണക്കാരന് പ്രയാസത്തിന്റെ സമയത്തും ഒരു ആവശ്യം തന്നെയല്ലേ, അത്യാവശ്യ സാധനമല്ലേ. സർക്കാർ കോർപ്പറേറ്റുകളെ സഹായിക്കുന്ന നിലപാട് തന്നെ എടുത്തുകൊണ്ടിരിക്കുക. 2 രൂപന്റെ അടുത്ത് ഇനിയും വർദ്ധിച്ചുകൊണ്ടിരിക്കും. നെക്സ്റ്റ് അടുത്ത ആഴ്ച, ഈ ആഴ്ച തന്നെ വർദ്ധിച്ചുകൊണ്ടിരിക്കും. എവിടെ വരെ എത്തുമെന്ന് അറിയാൻ കഴിയില്ല. ഒന്നാമത് സങ്കടം എന്ന് വെച്ചാൽ ക്രൂഡ് ഓയിലിന് വില കുറയുന്ന സമയത്താണ് ഈ വില വർധനവ് രാജ്യത്ത് വരുന്നത്. അപ്പൊ അത് വ്യക്തമായിട്ടുള്ളൊരു കോർപ്പറേറ്റുകളെ സഹായം തന്നെയാണെന്നാണ് അടുത്തൊക്കെ മനസ്സിലാകുന്നത്. ഇതിന് പ്രക്ഷോഭം തന്നെയാണ് ആവശ്യം. ജനങ്ങൾ കൂട്ടത്തോടെ ഇറങ്ങിയാൽ അല്ലാണ്ട് ഇത് അവസാനിച്ച് കിട്ടൂല. ഓക്കെ. അതായത് സാധാരണക്കാരന്റെ ദൈനംദിന ജീവിതത്തെ പോലും ഇത് വലിയ തോതിൽ ഈ ഇന്ധന വില വർധന ബാധിക്കും എന്ന് തന്നെയാണ് ആളുകളുടെ പ്രതികരണം. കാരണം കഴിഞ്ഞ കുറച്ച്
കാലങ്ങളായിട്ടില്ലായിരുന്നു, ഒരു 1.5 മാസത്തോളം ഇല്ലായിരുന്നു. അത് പ്രധാനമായും തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടാണ്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിരിക്കുന്നു, ഒപ്പം തന്നെ ക്രൂഡ് ഓയിലിന്റെ വിലയും വർദ്ധിച്ചിരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ കൂട്ടാതെ നിവൃത്തിയില്ല, കൂട്ടിക്കൊണ്ട് തന്നെ ഇരിക്കുന്നു. കഴിഞ്ഞ നമുക്കറിയാം, തെരഞ്ഞെടുപ്പിന് മുമ്പായി ദിനവും പെട്രോൾ ഡീസൽ വില ഉയർന്നിരുന്നു. ഇന്ധനവില ഇങ്ങനെ വരും ദിവസങ്ങളിലും ഇങ്ങനെ ഉയരാനുള്ളൊരു സാധ്യത തന്നെ മുന്നിൽ കാണുന്നത്. ഇത് സാധാരണക്കാരനെ കാര്യമായി തന്നെ ബാധിക്കും. നിത്യോപയോഗ സാധനങ്ങളുടെ വിലയുടെയും ഒപ്പം തന്നെ ബസ് ചാർജ് വർധന എല്ലാം ഉപയോഗിക്കുന്ന സാധാരണ പൗരന് ഇത് വലിയ തിരിച്ചടിയാവുമെന്ന കാര്യത്തിൽ തർക്കമില്ല എന്ന് തന്നെയാണ് ഓരോരുത്തരും പ്രതികരിക്കുന്നത്. രഞ്ജിത്ത്, ദിനേഷ് കുമാറാണ് വിവരങ്ങൾ പങ്കുവച്ചത്.